അമ്മയ്ക്കാണെങ്കിൽ ഒരു മധുരം കഴിക്കാൻ ഒരു കൊതി. അപ്പൊ നമ്മളാണെങ്കിൽ വെജിറ്റബിൾ ഒക്കെ ഇതൊക്കെയാണ് ആ സാധനങ്ങള്. എന്ത് വെച്ചിട്ടാ ഉണ്ടാക്കുന്നേ? അതൊക്കെ എന്ത് വെജിറ്റബിളാ? ഓക്കെ, അപ്പൊ നമുക്ക് ആണോ? നിങ്ങളൊക്കെ എനിക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി തരാൻ പോവാണോ? എന്നാ തുടങ്ങാം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം? ഓക്കെ, ചേച്ചിയും അനിയനും കൂടെ ആണോ? ഇപ്പൊ ദച്ചു പറ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? പറഞ്ഞോ. നെയ്യുണ്ട്, പിന്നെ മെയിൻ. ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്ക് നെയ്യ് ഒഴിക്കാം. നല്ല ചൂടായ പാത്രത്തിലാണ് നമ്മൾ നെയ്യ് ഒഴിക്കാൻ പോണത്. പുറത്തു പോകരുത്. മതി. ഓക്കെ, ഇനി എന്താണ്? ക്യാരറ്റ് ഇട്ടോ. പുറത്തു ഞാനിടാം. ഇട്ടോ, ക്യാരറ്റ് ഇട്ടോ. ഇനി കുറച്ച് മിക്സ് ആക്കാം. നെയ്യിൽ നന്നായിട്ട് ക്യാരറ്റ് ഒന്ന് മിക്സ് ആവട്ടെ. അപ്പൊ നമുക്ക് പാൽ ഒഴിക്കാമേ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പാൽ ഒഴിക്കാം അല്ലേ? മധുരം വേണമെങ്കിലാണേ. ഇനി നമ്മൾ മിൽക്ക്മേഡാണ് ഒഴിക്കാൻ പോണം. ഒഴിച്ചോ. നല്ല മധുരം വരും കേട്ടോ. മിൽക്ക്മേഡ് നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല, പകരം മിൽക്ക് മെയ്ഡാണ്. മിൽക്ക്മേഡ് ഉപയോഗിച്ചാൽ നല്ല മധുരമാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡിലും ഒക്കെ കിടന്ന് ഇങ്ങനെ തിളയ്ക്കുന്നുണ്ടല്ലേ? ഇത് പറ്റണോ അല്ലേ കൂട്ടുകാരെ? അല്ലേ ദച്ചുവല്ലു? അണ്ടിപ്പരിപ്പിന്റെ അളവ് കുറഞ്ഞിരിക്കുവാണല്ലോ ഗായ്സ്. ദച്ചു ആണോ കള്ളൻ അല്ലു ആണോ? നമുക്കിനി എന്ത് ആഡ് ചെയ്യണ്ടേ? ഓക്കെ, ഇട്ടോളൂ. നല്ലതായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ടല്ലേ? നമ്മുടെ ഇരുന്ന കാഷ്നട്ട് ഇങ്ങനെ പൊടിച്ച് എടുക്കണ്ടോ? ഇങ്ങനെ വിട്ട് വരണം. ഓക്കെ, നമ്മൾ ആർട്ടിഫിഷ്യൽ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല അല്ലേ ഗൈസ്? പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവം. അതാണ് നമ്മുടെ ക്യാരറ്റ് ഹൽവയുടെ പരുവം. കണ്ടോ? എല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ വിട്ട് വരുന്നുണ്ട്. നമുക്കിതിനെയും സെർവ് ചെയ്യാം. ചൂടോടെ വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് കഴിച്ചാൽ സൂപ്പറായിരിക്കും അല്ലേ ദച്ചു? വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഐസ്ക്രീം, വാനില ഐസ്ക്രീമും കൂടെ ഇട്ടിട്ട് കഴിക്കാം അല്ലേ? ഇച്ചിരി സമയം കിട്ടിയ എൻ്റെ മിൽക്ക് മെയ്ഡ് കട്ട് കഴിക്കുകയായിരുന്നു ഗായ്സ്. മിൽക്ക് മെയ്ഡ് കള്ളി. ഒരാൾ അണ്ടിപ്പരിപ്പ് തീർത്തിട്ട് പോയി, അടുത്ത ആൾ മിൽക്ക് മെയ്ഡ്. ക്യാരറ്റ് ഹൽവ റെഡിയാക്കിയല്ലേ രണ്ടുപേരും? അപ്പം എനിക്ക് തരുന്നതിന് മുമ്പ് നീ എന്നെ ടേസ്റ്റ് ചെയ്തോ. ചൂട് കാണുവേ. അങ്ങനെയുണ്ട്. അപ്പൊ പിന്നെ ധൈര്യമായിട്ട് എനിക്ക് കഴിക്കാം അല്ലേ? നല്ല മണം വരുന്നുണ്ട് ആ ബട്ടർ അല്ല നെയ്യുടെ അല്ലേ? നെയ്യിലിങ്ങനെ അണ്ടിപ്പരിപ്പും ക്യാരറ്റും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗായ്സ്. A few moments later, a few minutes later. ഗായ്സ്, അച്ചാമ്മ അടിച്ചു മാറ്റാൻ വന്നു. ഷുഗറുള്ള അച്ചാമ്മ വന്ന് എന്റെ ക്യാരറ്റ് ഹൽവ കഴിക്കും.